ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത് ദിശ അക്കാഡമിയുടെ റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ദിശ ഫാമിലിയുടെ പാർട്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിശ ഫാമിലി നിങ്ങളെ ആ ഒരു ഫാമിലിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾക്ക് ദിശ ഫാമിലിയിലേക്ക് വന്നു ചേരാനുള്ള അവസരമെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. അപ്പോൾ നമ്മൾ ദിശ ഫാമിലിയിൽ ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട പോസ്റ്റുകളെ പറ്റി നിങ്ങളോട് പറയാം. നമ്മളുടെ മീൻസ് അക്കാഡമി ഏതൊക്കെ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റ് ട്രെയിനേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നന്നായി കണ്ടന്റ് പ്രസന്റ് ചെയ്യാൻ കഴിവുള്ള ആളാണെങ്കിൽ, നിങ്ങൾ നന്നായിട്ട് കുട്ടികളെ കണ്ടന്റിലേക്ക് എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്ന ആളാണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾക്ക് ദിശ ഫാമിലിയിൽ അട്രാക്റ്റീവ് സാലറിയോട് കൂടി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വേണ്ട ഒന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഈ പറയുന്ന സബ്ജക്റ്റ് ട്രെയിനേഴ്സാണ്. സബ്ജക്റ്റ് ട്രെയിനേഴ്സിനെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞേക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ റീസണിങ്, അതുപോലെ ജനറൽ അവയർനെസ് സബ്ജക്റ്റുകൾ, ജനറൽ സയൻസ് സബ്ജക്റ്റുകൾ, ഇംഗ്ലീഷ് പോലെയുള്ള സബ്ജക്ട്സ് എടുക്കുന്ന എല്ലാ ഫാക്കൽറ്റീസിനും നമുക്ക് ഓൺലൈൻ വിങ്ങിലും അതുപോലെ തന്നെ ദിശയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകളിലും കാലിക്കറ്റ്, ട്രിവാൻഡ്രം, അതുപോലെ തന്നെ നമ്മുടെ കൊട്ടാരക്കര, കൊല്ലം ബ്രാഞ്ചുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ എബിലിറ്റി ഉള്ള സബ്ജക്റ്റ് ട്രെയിനേഴ്സ്. ഒന്നാമത്തെ പോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള മെന്റേഴ്സിനെ നമുക്ക് ആവശ്യമാണ്. മെന്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ SSC, റെയിൽവേ പോലെയുള്ള അല്ലെങ്കിൽ ബാങ്കിങ് പോലെയുള്ള എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളുകൾ ആണെങ്കിൽ, നിങ്ങൾക്ക് സബ്ജക്റ്റിനെ കുറിച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾക്ക് മെന്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം ദിശ അക്കാഡമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമുകളിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു പോസ്റ്റ് കൂടി ശ്രദ്ധിക്കുക. ഈ സബ്ജക്റ്റുകളിൽ തന്നെ, അതായത് നിങ്ങൾ മാത്സ്, റീസണിങ് പോലെയുള്ള സബ്ജക്റ്റുകളിൽ, ഇംഗ്ലീഷ് പോലെയുള്ള സബ്ജക്റ്റുകളിൽ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾക്ക് മെന്റേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിലും അട്രാക്റ്റീവ് സാലറിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മറ്റു പോസ്റ്റുകൾ ഏതൊക്കെയാ? ഇപ്പോൾ ദിശ അക്കാഡമി അല്ലെങ്കിൽ ദിശ ഫാമിലി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്ന ഞങ്ങൾ കുറച്ചു പേര് മാത്രമല്ല, ഇതിന്റെ പിന്നിൽ ഒരു വലിയ വിങ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പോസ്റ്റുകൾ, ആ ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്യേണ്ട പോസ്റ്റുകൾ, ഗ്രാഫിക് ഡിസൈനർ പോലെയുള്ള പോസ്റ്റുകൾ, അതുപോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്ന കണ്ടന്റുകളെ നന്നായി ക്രിയേറ്റ് ചെയ്യാനും അത് അവതരിപ്പിക്കാനും ഒക്കെ എബിലിറ്റി ഉള്ള ആൾക്കാരും മസ്റ്റായിട്ടും നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫാമിലിയുടെ ഭാഗമാകാനായിട്ട്. കാരണം ഇതുപോലെ നിങ്ങൾ കണ്ടന്റുകളിലൂടെ നമ്മുടെ ആളുകളെ കൃത്യമായിട്ട് അവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ പോസ്റ്റിലും അപ്ലൈ ചെയ്യാം. കണ്ടന്റ് ക്രിയേറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിലുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം ടെലികോളർ പോസ്റ്റ് ഉണ്ട്. ടെലികോളർ അതായത് നിങ്ങൾക്ക് അക്കാഡമിയിലേക്ക് വിളിക്കുന്ന കോളുകൾ, നിങ്ങളെ പോലെയുള്ള ഒരുപാട് ആളുകൾ വിളിച്ച് പല രീതിയിലുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായി അവർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്ന ആളുകളായി ടെലികോളേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ. അതുപോലെ അഡ്മിഷൻ കൗൺസിലർ എന്ന് പറയുമ്പോൾ അതിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകളാവാം, അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്ത് എബിലിറ്റി ഉള്ളവരായിരിക്കാം. അത്തരം ആളുകളാണ് നിങ്ങളെങ്കിൽ അഡ്മിഷൻ കൗൺസിലർ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ കുറെ ആൾക്കാർ ചോദിക്കുന്നു, സാർ ഇത് എന്നത്തേക്കാണ് ഇതിന്റെ ഞങ്ങളെ സെലക്ഷൻ പ്രോസസ് നടത്തുന്നത്, എങ്ങനെയാണ് ഞങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്? നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം തന്നിരിക്കും. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങളെ അക്കാഡമിയിൽ നിന്ന് തിരിച്ച് കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്യും. ഇതിന്റെ ഇന്റർവ്യൂ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജൂലൈ 30-31 ദിവസങ്ങളാണ്. ഈ ജൂലൈ 30-31 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതിന്റെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ വെച്ചിട്ട് കണ്ടക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാൽ മലബാർ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ കാലിക്കറ്റ് സൈഡിൽ നിന്ന് ഉള്ളവർക്ക് ഡിസ്റ്റൻസ് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാലിക്കറ്റ് അക്കാഡമിയിൽ വെച്ചും ഇതിന്റെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ ഈ ഡേറ്റുകൾ ആലോചിക്കുക. 30-31 ദിവസങ്ങളിൽ ഇതിന്റെ ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ, നിങ്ങൾ ദിശ ഫാമിലിയുടെ പാർട്ടാവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ മസ്റ്റായിട്ടും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങൾ അതിനെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.